ഹേയ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ലാസ്റ്റ് ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? അത് ആരാ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ആരാണ് നിങ്ങൾക്കത് ഓർത്തിരിക്കാനുള്ള കാരണം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? എന്നാൽ ഇത് അങ്ങനൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് നമുക്ക് പോകാം. എനിക്ക് നമ്മുടെ ബർത്ത്ഡേസ് ഓർത്തിരിക്കാനും നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കാനും അല്ലെങ്കിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആളുകളെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ വലിയ കാര്യമാണ്. നമ്മുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ഉത്സാഹമല്ലേ. നമ്മൾ ആ ഡേ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ചോക്ലേറ്റ്സ് വാങ്ങാനും നമ്മുടെ ഫ്രണ്ട്സിന് ചോക്ലേറ്റ്സ് കൊടുക്കാം, യൂണിഫോം ഇടാണ്ട് കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോവാം, അങ്ങനെ എന്തൊക്കെ പരിപാടിയായിരുന്നു. എൻ്റെ ബർത്ത്ഡേ വെക്കേഷൻ ടൈമിലായിരുന്നുകൊണ്ട് എനിക്കങ്ങനെ ആർക്കും ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ സങ്കടം ഉണ്ടായിരുന്നു, എങ്കിലും സാരമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നമ്മൾ കാരണം ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സർപ്രൈസൊക്കെ മതി അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ഗേൾ. അയാളെ നോക്ക്, അയാൾ എന്തൊരു ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു.